ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, ഓൾഡ് ഏജ് ഹോമിലും നമ്മുടെ ഹോസ്പിറ്റലിലും ഉള്ള ജോലിയുടെ വ്യത്യാസം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ള വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ മക്കൾക്ക് നോക്കാൻ എന്താ പറയുക, സമയമില്ല, നേരമില്ല, അതല്ലെങ്കിൽ മക്കൾക്ക് നോക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുവന്നാക്കുന്നു അങ്ങനത്തെ ഒരു ഇതല്ല കേട്ടോ. ഇവിടെ മിക്ക ഓൾഡ് ഏജ് ഹോമിലും എല്ലാ മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും പേരക്കിടാങ്ങളാണെങ്കിലും എല്ലാവരും എല്ലാ ദിവസവും വന്ന് കാണുന്നവരൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഇവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റണില്ല, അതല്ലെങ്കിൽ ഒരു 70 വയസ്സിനൊക്കെ മുകളിലൊക്കെ ആകുമ്പോൾ തൊട്ട് ഇവർക്ക് ഡിമെൻസ്, മറവി അങ്ങനത്തെയൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടിൽ നിർത്തിക്കൊണ്ട് പോകല അത്ര സേഫ് ഒന്നുമല്ലല്ലോ. അപ്പോൾ ഓൾഡ് ഏജ് ഹോം ആകുമ്പോൾ അവർക്ക് സമയത്തിന് മരുന്നുകളും കാര്യങ്ങളും പിന്നെ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു സേഫ്റ്റിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഓൾഡ് ഏജ് ഹോമിൽ നിർത്തുന്നത് കേട്ടോ. പിന്നെ ഓൾഡ് ഏജ് ഹോം മാത്രമല്ല, അതേപോലെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാഗസ് ഫ്ലീ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മൾ ഈ പിള്ളേരൊക്കെ രാവിലെ കിൻഡർ ഗാർഡനിലും സ്കൂളിലൊക്കെ കൊണ്ടുവന്നു വിടില്ലേ, അതേപോലെ തന്നെ നമുക്ക് പാരൻസിനെ രാവിലെ തന്നെ നമുക്ക് വണ്ടി വന്ന് കൊണ്ടുപോകും. എന്നിട്ട് ഇതേപോലെ അവരെ ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമിലോ അല്ലെങ്കിൽ അങ്ങനെ അതിന് വേണ്ടി മാത്രമായിട്ടൊരു ബിൽഡിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ കൊണ്ടിരുത്തിയിട്ട് അവർക്ക് ഇതേപോലെ സമയത്തിന് ഭക്ഷണം, മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വൈകുന്നേരം ഒരു 5 മണി ആ ടൈം, 4 മണി ആ ടൈമാകുമ്പോൾ വീണ്ടും തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കും. അപ്പോൾ മക്കളൊക്കെ വർക്ക് ചെയ്യണവരൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വന്നേരമൊക്കെ ആണെങ്കിലും അവർക്കിപ്പോൾ ജോലിക്ക് പോകുമ്പോൾ സമാധാനമായിട്ട് പോകാമല്ലോ. ഇപ്പോൾ അപ്പനോ അമ്മയോ മരുന്ന് കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ അവരെന്തായി അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ടാത്തുള്ളവർക്ക് അങ്ങനെ ഇതുണ്ട്. കാരണം ചില പാരൻസിനാണെങ്കിൽ വലിയ ഓർമ്മക്കുറവ് അങ്ങനത്തെ ഇതൊന്നും ഇല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ള ഇതുണ്ടാവും, അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ടാവുമല്ലോ. പക്ഷെ അവർക്ക് എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ടാഗസ് ഫ്ലീ അങ്ങനെയുണ്ട്. അതുകൂടാതെ ആംബുലൻറ്റ് ഫ്ലീ എന്നും പറഞ്ഞുകൊണ്ട് നഴ്സുമാരോ അല്ലെങ്കിൽ ഹെൽപ്പർമാരോ ആരെങ്കിലുമൊക്കെ നമുക്ക് വീട്ടിൽ വന്നിട്ട് അവരെ വാഷും ചെയ്യിപ്പിച്ചു കൊടുക്കലും അവരെ കുളിപ്പിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, മരുന്ന് എടുത്ത് കൊടുക്കൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് ചെയ്തു കൊടുക്കുന്നത് അങ്ങനെയുണ്ട് കേട്ടോ. ഇപ്പോൾ ഭയങ്കരമായിട്ട് ഓർമ്മ ഡിമെൻസ് വന്നു പിന്നെ അവരെ കൊണ്ട് തീരെ പറ്റണില്ല അങ്ങനെയൊക്കെ ഉള്ളവരെയാണ് ഓൾഡ് ഏജ് ഹോമിൽ കൂടുതലും ഇത് ചെയ്യണത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടതാണ്. അപ്പോൾ ആൾക്കാണെങ്കിൽ ഫാമിലി ഒന്നുമില്ല, ഹസ്ബൻഡും ഇല്ല, പിള്ളേരും ഇല്ല, ഒന്നുമില്ല, ആൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ ആൾ തന്നെ പറയണത് ഞാനൊരു 63 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പെൻഷൻ പറ്റിയിട്ട് ഇങ്ങനെ ഓൾഡ് ഏജ് ഹോമിലേക്ക് അങ്ങനെ എന്തെങ്കിലും മാറും. കാരണം ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് വീട് വാങ്ങിച്ചിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം വാടകയ്ക്കാണ്. എന്നിട്ട് എനിക്ക് കിട്ടണ പെൻഷൻ കൊണ്ടും കാര്യങ്ങൾക്ക് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ എവിടെയെങ്കിലും പോയി ഞാൻ സെറ്റിലായി അവിടെ നിൽക്കുള്ളൂ, ഞാൻ പിന്നെയുള്ള എൻ്റെ ലൈഫ് അങ്ങനെയാണെന്നൊക്കെ പറയണം. അപ്പോൾ അങ്ങനെ നിൽക്കണവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് ഇങ്ങനെ മക്കൾ ഉപേക്ഷിക്കപ്പെട്ടവരുന്നോ അല്ലെങ്കിൽ മക്കൾ നോക്കാത്തവരുന്നോ, മക്കൾക്ക് സമയം അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടല്ല ഇവിടെ നമ്മുടെ നാട്ടിലത്തെ ഒരു ഓൾഡ് ഏജ് ഹോം വെച്ചിട്ട് ഇവിടെ അങ്ങനെ ഓൾഡ് ഏജ് ഹോമിനെ ഇത് ചെയ്യരുത് കേട്ടോ. അപ്പം ഇങ്ങനെ ഇവിടെ പല ഇതുകളുണ്ട് കേട്ടോ. ഇങ്ങനെ വീട്ടിൽ വന്ന് നോക്കണതാണെങ്കിലും ഉണ്ട്, അതല്ലെങ്കിൽ ഇതുപോലെ രാവിലെ പോയി വൈകുന്നേരം വന്ന ഇതൊക്കെയാണെങ്കിൽ അങ്ങനെ പല പല ഇതുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കൊരു ഓൾഡ് ഏജ് ഹോം എന്നും പറഞ്ഞ് നാട്ടിലത്തെ ഒരു ഇതായിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ പല ഇതിലുണ്ട്. ചിലപ്പോൾ റെയറായിട്ട് ചിലപ്പോൾ ഇതുപോലെ മക്കൾ നോക്കാണ്ട് ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവന്ന് ഇടുന്നത് അതും ഉണ്ടാവാതിരിക്കാം. കാരണം അവർക്ക് കിട്ടുന്ന പെൻഷൻ കൊണ്ട് അവിടെ നോട്ടെ എന്നുള്ള രീതിയിൽ അതൊക്കെ റെയറായിട്ട് അങ്ങനെയും ഉണ്ടാവാതിരിക്കാം കേട്ടോ. ഇല്ല എന്നല്ല, അങ്ങനെയും ഉണ്ടാവാം. പക്ഷെ ഇങ്ങനത്തെ കുറേ ഇതുകൾ ഉണ്ടെന്നും കൂടിയിട്ട് പറയണത്. അപ്പോൾ അത്രയുള്ളൂ. ബൈ.